ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു സുലൂസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മാമ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ഇതിനെ ശർക്കര മാങ്ങയെന്നോ പുളിമാങ്ങയെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അമർത്തി സുലൂസ് കിച്ചൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കും നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരാണി ശർക്കര എടുക്കണം. ഒരാണി ശർക്കരയ്ക്ക് ഒരു വലിയ ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഒരാണി ശർക്കര എടുക്കുന്നത് ഒരു മാമ്പഴത്തിന് വേണ്ടിയിട്ടാണ്. ഒരു മാമ്പഴത്തിൻ്റെ കണക്കാണ് ഒരാണി ശർക്കര. അപ്പോൾ മാമ്പഴം വേവാനും വേണ്ടിയിട്ടാണ് ഒരു വലിയ ഗ്ലാസ് വെള്ളവും ഒഴിക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ശർക്കരപ്പാനി ശർക്കരപ്പാനി ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇതിനൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് അരിച്ചെടുക്കണം. കാരണം ശർക്കരയിലും എല്ലാം മണ്ണും ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അങ്ങനെ അരിച്ചെടുത്ത ശർക്കരപ്പാനി വീണ്ടും ഒരു പാത്രത്തിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഒരു മാമ്പഴം ഇട്ട് കൊടുക്കണം. അതായത് മൂത്ത മാമ്പഴം തന്നെ വേണം. അത് ചെറുതായി കട്ട് ചെയ്തത്, തൊലി കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 2 പച്ചമുളകാണ്. 2 പച്ചമുളകും നടുക്കലെ പൊളന്നിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ മാമ്പഴം ശർക്കരയിലേക്ക് ഇട്ടിട്ട് അത് നന്നായി തിളച്ച് മാങ്ങയിലൊക്കെ ശർക്കര പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ മാമ്പഴം നന്നായി ശർക്കരയിലേക്ക് പിടിച്ച് നന്നായി വെന്ത് വന്ന് മാങ്ങയൊക്കെ ഇത് നോക്ക് നല്ലോണം വെന്തില്ലേ. ഇനി ഇതിലേക്ക് ഒരു തവിയെടുത്ത് നന്നായി ഉടച്ചിട്ട് കൊടുക്കണം. ഇതിങ്ങനെ ഉടക്കുന്നത് മാങ്ങയും പച്ചമുളകൊക്കെ ശരിക്കും ഉടഞ്ഞ് കിട്ടിയിട്ട് ശർക്കര അതിലേക്ക് പിടിക്കാനും വേണ്ടിയിട്ടാണ്. നന്നായി ഉടച്ചെടുത്ത മാമ്പഴക്കൂട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കണം. അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. അതായത് പച്ച വെളിച്ചെണ്ണ തന്നെ വേണം, എന്നാലേ അത് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് കരിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കണം. ഞാൻ 2 വറ്റൽമുളകും ഒരു തണ്ട് കരിവേപ്പിലയാണ് എടുത്തത്. ഇത് നന്നായി ഇളക്കിയിട്ട് പൊരിഞ്ഞു വന്നാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര മാമ്പഴക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ താളിച്ചത് നമ്മൾ മാമ്പഴക്കൂട്ടിലേക്ക് ഒഴിച്ച് ഇനി ഇതൊരു സ്പൂൺ എടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മളെ ശർക്കര മാങ്ങ, അതായത് പുളിമാങ്ങ ഇവിടെ തയ്യാറായി. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും കാണുന്നത് വരെ ബായ്. താങ്ക് യു.